ബാഹുബലി കുതിക്കും, ഒപ്പം നീലക്കുയിലും. അതെ, നീലക്കുയിൽ പറന്നു തുടങ്ങാൻ പോവുകയാണ്. കുറച്ചുകൂടി ആലങ്കാരികമായി പറയുകയാണെങ്കിൽ ഇന്ത്യ കുതിക്കാൻ ഒരുങ്ങുന്നു ലോകശക്തിയായ അമേരിക്കയെയും വഹിച്ചുകൊണ്ട് എന്ന് തന്നെ പറയണം. കേട്ടത് ശരിയാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISRO ഡിസംബർ 15 ഒരു നിർണായക വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ്. എന്താണ് വിക്ഷേപിക്കാൻ പോകുന്നതെന്ന് കേൾക്കാനാണ് പ്രിയ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അധികം വലിച്ചു നീട്ടാതെ നേരെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യ ഇതുവരെ വഹിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ അമേരിക്കൻ വാണിജ്യ ഉപഗ്രഹമായ ബ്ലൂ ബേർഡ് 6 എന്ന ഭീമൻ ഉപഗ്രഹമാണ് ഇന്ത്യ വിക്ഷേപിക്കാനായി ഒരുങ്ങുന്നത്. ഭീമൻ എന്ന് പറഞ്ഞാൽ 6.5 ടൺ ഭാരമുണ്ട് ഈ ബ്ലൂ ബേർഡ് 6 എന്ന ഉപഗ്രഹത്തിന്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ഈ ഉപഗ്രഹത്തെ ഇന്ത്യ വിക്ഷേപിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്ത്യ US ബഹിരാകാശ സഹകരണം ഒക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നു എന്നതിനുള്ള ഒരു സൂചനയായാണ് ഇതിനെയൊക്കെ നമ്മൾ കാണേണ്ടത്. ഇനി ഇത് ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് എത്തണമെങ്കിൽ ഒരു റോക്കറ്റ് വേണമല്ലോ. അത് ഏത് റോക്കറ്റ് ആണെന്ന് പറഞ്ഞുതരാം. ബാഹുബലി. അതെ, ഇതിനെയാണ് ഞാൻ നേരത്തെ ബാഹുബലി എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ അഭിമാനമായ ബാഹുബലി എന്നും വിളിപ്പേരുള്ള LVM-3 എന്ന റോക്കറ്റ് ലോഞ്ചറിലാണ് ബ്ലൂ ബേർഡ് ബഹിരാകാശത്തേക്ക് കുതിക്കുക. ഇനി എവിടെയാണ് ഈ ബ്ലൂ ബേർഡ് എന്ന ഈ ഉപഗ്രഹത്തെ നമ്മുടെ ഈ റോക്കറ്റ് ഇറക്കി വിടുന്നതെന്നറിയാമോ? ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലാകും നമ്മുടെ ബാഹുബലി ഈ ഉപഗ്രഹത്തെ വിന്യസിക്കുന്നത്. ന്യൂ സ്പേസ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഈ നീക്കങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ. ഈ ബ്ലൂ ബേർഡ് എന്ന ഈ ഉപഗ്രഹം അമേരിക്കയിലെ ടെക്സസിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെതാണ്. AST സ്പേസ് മൊബൈൽ എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ഇവരാണ് ബഹിരാകാശ അധിഷ്ഠിത സെല്ലുലാർ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് സംവിധാനത്തിൽ തുടക്കം കുറിക്കുന്നത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഉപഗ്രഹത്തെ കുറിച്ചുകൂടി എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? വിശദമാക്കി തരാം. നമ്മുടെ ബ്ലൂ ബേർഡ് 6 എന്ന ഉപഗ്രഹത്തിന് മുന്നേ 5 വെർഷനുകളുണ്ട്. അതായത് ബ്ലൂ ബേർഡ് 1 മുതൽ ബ്ലൂ ബേർഡ് 5 വരെ ഉണ്ട്. മുൻഗാമികളായ ഇവരെയൊക്കെ പിന്തള്ളിയാണ് ബ്ലൂ ബേർഡിന്റെ ഈ ഒരു വരവ്. അത് കാരണം എന്തെന്നാൽ ബ്ലൂ ബേർഡ് 1 മുതൽ 5 വരെയുള്ളവരെക്കാൾ 3.5 മടങ്ങ് വലുതും 10 ഇരട്ടി ഡേറ്റ സ്റ്റോറേജ് ശേഷിയും ഈ ബ്ലൂ ബേർഡ് 6 ഉണ്ട് എന്നത് തന്നെയാണ്. ഓരോ ഉപഗ്രഹത്തിനും 10,000 MHz വരെ ബാൻഡ് വിഡ്ത്ത് കൈകാര്യം ചെയ്യാൻ കഴിയും. ലൈസൻസ് ഉള്ള സ്പെക്ട്രം ഉപയോഗിച്ച് ഡയറക്ട് ടു ഡിവൈസ് സേവനങ്ങൾ നൽകുന്നതിന് മൊബൈൽ കാരിയറുകളുമായി പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കാനും ഇതിന് സാധിക്കും. ഇതൊക്കെ കേട്ടിട്ട് സാധാരണക്കാരായ നമുക്ക് ഇതുകൊണ്ട് എന്താണ് ഉപയോഗം? പറഞ്ഞുതരാം. ഇന്റർനെറ്റ് സംവിധാനം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ലഭ്യമല്ല. ടവറിന്റെ പരിധിയിൽ നിന്നും ഒരുപാട് ഉള്ളിലേക്കൊക്കെ കയറിപ്പോയാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് സേവനം കുറഞ്ഞ പ്രദേശങ്ങളിലെ ഡിജിറ്റൽ വിഭജനം നികത്താൻ തുടർച്ചയായ സേവനം നൽകുക എന്നതാണ് ഈ ഒരു നീക്കം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ടെറസ്ട്രിയൽ നെറ്റ്വർക്കുകൾ തകരുന്നിടത്ത് വേഗതയേറിയ ബ്രോഡ്ബാൻഡ് നൽകുന്നതിലൂടെ വിദൂര പ്രദേശങ്ങൾക്ക് തടസ്സമില്ലാത്ത കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ഈ ബ്ലൂ ബേർഡിന്റെ വിക്ഷേപണത്തിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നത്.